ബംഗാളിൽ മുഖ്യമന്ത്രിയായി വിലയിരുത്തപ്പെട്ട സുവേന്ദു അധികാരിയുടെ പിഎയെ വെടിവെച്ചു കൊന്നു. പർഗാനാസിൽ വെച്ചാണ് ചന്ദ്രനാഥ് റാത്ത് കൊല്ലപ്പെട്ടത്. അതേസമയം ബി.ജെ.പി. എംഎൽഎമാർ നാളെ യോഗം ചേർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കും. ശനിയാഴ്ച പുതിയ ബംഗാൾ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് വിവരം. ശരത് ലാൽ വിവരങ്ങളുമായി ചേരുന്നു. ശരത്ത്, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെ അസാധാരണമായ സംഭവങ്ങൾ, നാടകീയമായ സംഭവങ്ങളാണ് ബംഗാളിൽ അരങ്ങേറുന്നത്. ഇതിപ്പം ഇന്ന് തുടങ്ങിയതല്ല. നമ്മുടെ ഈ തിരഞ്ഞെടുപ്പിന്റെ വിധി ഫലപ്രഖ്യാപനം വന്നു. ഫലപ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ പലയിടത്തും അക്രമ സംഭവങ്ങളുണ്ടായി. ഈ മന്ത്രിമന്ദിരം വിട്ടുപോകില്ല എന്ന് മമതാ ബാനർജി നിലപാടെടുത്തു. ഈ വിധി അംഗീകരിക്കില്ല എന്ന് TMC പറയുന്നു. അതിന് പിന്നാലെ ഏറ്റവും ഒടുവിലെ സംഭവമായിട്ട് വേണം നമ്മൾ ഇതിനെ വിലയിരുത്താൻ. സുവേന്ദു അധികാരിയുടെ PA മരണപ്പെട്ടു, അത് അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്ത. അപ്പോൾ എന്താണ് ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒപ്പം തന്നെ ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി ശരത്ത്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ബംഗാളിലെ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ ഗുരുതരമായി തുടരുന്നു. പരക്കെ അക്രമം തന്നെയായിരുന്നു പറയേണ്ടി വരും. ഇന്നലത്തെ രാത്രിയുള്ള സംഭവം വളരെ ഞെട്ടിക്കുന്നതാണ്. കാരണം ബംഗാളിലെ നിയുക്ത മുഖ്യമന്ത്രിയായി കരുതപ്പെടുന്ന സുദേവ് അധികാരിയുടെ ദീർഘകാല PA, അദ്ദേഹം തൃണമൂലുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളതാണ് രഥ്. ആ രഥിനെ വളരെ മൃഗീയമായിട്ടാണ് അദ്ദേഹം ഇന്നലെ രാത്രി തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്ത ശേഷം ഡ്രൈവറോടൊപ്പം വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇത്തരമൊരു ബൈക്കിലെത്തിയ ആക്രമികൾ അദ്ദേഹത്തിനെ നിറയൊഴിച്ചത്. കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലുള്ള രഥിനെയും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെയും വെടിവെക്കുകയായിരുന്നു. രഥ് തത്സമയത്ത് സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു. ഡ്രൈവർ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ തുടരുകയാണ്. ഇതിനെ വളരെ ശക്തമായി BJP അപലപിച്ചിട്ടുണ്ട്. BJP വ്യക്തമാക്കിയത് ടാർഗറ്റഡ് കില്ലിംഗ് ആണ്, അത് തൃണമൂലാണ് ചെയ്യുന്നത്. തൃണമൂലാവട്ടെ ഈ കൊലപാതകത്തെ അപലപിക്കുകയും CBI കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 9-ാം തീയതി 10:30 മണിക്കാണ് സത്യപ്രതിജ്ഞ. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തീരുമാനിച്ചു. ഇന്ന് BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ അമിത്ഷായാണ് ഒറീസ മുഖ്യമന്ത്രിയും. അമിത്ഷാ അതാണ് നിരീക്ഷകർ. അതുകൊണ്ട് തന്നെ ആ യോഗത്തിൽ ആര് മുഖ്യമന്ത്രിയാകും, അല്ലെ ആരെ അമിത്ഷാ നിർദ്ദേശിക്കുമെന്നതാ നമ്മൾ കാത്തിരുന്ന് കാണാം. BJPയുടെ കാര്യം അങ്ങനെയാണ്. അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നേരത്തെയുള്ള പേരുകളൊന്നും പിന്നെ BJP മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമ്പോൾ കാണാറില്ല. ഉദാഹരണം മധ്യപ്രദേശിലും ശരി, ഹരിയാനയിലും ശരി, സർപ്രൈസ് മുഖ്യമന്ത്രിമാർ വരുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ കണ്ടത്. ഏതായാലും ഇന്ന് ബംഗാളിൽ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ്. ഇതുവരെ 12ഓളം പേരാണ്, 2 BJP പ്രവർത്തകർ, 3 തൃണമൂൽ പ്രവർത്തകർ, 2 കോൺഗ്രസ് പ്രവർത്തകർ അടക്കം കൊല ചെയ്യപ്പെട്ട 12ഓളം പേർ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും പിന്നുമായിട്ട് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നിരവധി പേർക്ക് 150ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. കൊൽക്കത്തയിൽ ബുൾഡോസർ വെച്ചാണ് തൃണമൂലിൻ്റെ ഓഫീസ് BJP പ്രവർത്തകർ ഇടിച്ചു നിരത്തിയത്. അത്തരമൊരു രീതിയിലേക്ക് ബംഗാൾ കടന്നുപോകുന്നു എന്ന് പറയാം. ആ സമയത്താണ് രാജിവെക്കില്ല, ഓഫീസ് ഒഴിയില്ല എന്ന ഒരു പ്രഖ്യാപനമായി മമതാ ബാനർജി വരുന്നത്. ഇന്നും മമതാ ബാനർജി നാളെ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പേ രാജിവെച്ചിട്ടില്ലെങ്കിൽ അതൊരു ഭരണഘടനാ പ്രതിസന്ധിയായി തുടരും. എന്നാൽ ആ കാര്യം BJPയെ സംബന്ധിച്ചോളം ഗവർണർ വിജ്ഞാപനം ഇറക്കി. പുതിയ നിയമസഭ വന്നു കഴിഞ്ഞാൽ പിന്നെ MLA വരാത്ത മമതാ ബാനർജിക്ക് മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയില്ല. ഇപ്പോൾ കെയർടേക്കർ മുഖ്യമന്ത്രിയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കെയർടേക്കർ മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി. ഏതായാലും ബംഗാൾ തെരഞ്ഞെടുപ്പിന് ശേഷം സംഘർഷഭരിതമാണ്. തൃണമൂലും BJPയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതിപ്പോൾ മറ്റൊരു തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി ആവുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. അത് ഹൂബ്ലി 24 ഫർഗാന ഹുബ്ലിക്കുള്ള സമീപത്താണ് ഇത്തരമൊരു റോഡിൽ വെച്ച് ഇത്തരമൊരു സംഭവം നടന്നത്. അത് ബംഗാളിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ശ്രീലക്ഷ്മി.